ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് എഗെയിൻ. അപ്പോൾ ഇന്നൊരു ഗസ്റ്റ് മേക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കസിൻ്റെ വെഡ്ഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് 5 സുന്ദരികളാണ് ഒരുങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 5 പേര് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ചേച്ചിനെ മാത്രമേ കേട്ടോ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രൈഡിനെ കണ്ടാൽ ചോദിക്കുന്നത് എന്ത് സ്കിൻ ടൈപ്പാണ്, എവിടെയൊക്കെയാണ് നല്ല രീതിയിൽ സ്വെറ്റ് ആവുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കണോ. അപ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ടോണറാണ് കൊടുക്കുന്നത്. ഞാൻ അവിടെ ഒരു റോസ് വാട്ടർ ടോണറാണ്. ബിക്കോസ് നമ്മൾ ഗസ്റ്റ് മേക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ റോസ് വാട്ടർ ടോണർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ബ്രൈഡ് ആണെങ്കിൽ ഞാൻ മാക്കിൻ്റെ ഫിക്സ് ആൻഡ് പ്രപ്പാണ് യൂസ് ചെയ്യുക. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടോണറിൻ്റെ നെയിം എനിക്ക് ഓർമ്മയില്ല, ബ്രാൻഡ് നെയിം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് എന്തായാലും ടോണറിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ടോണർ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഒത്തിരി മസാജ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് നാച്ചുറലായിട്ട് ഒന്ന് ഡ്രൈ ചെയ്യാനുള്ളൊരു സമയം കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് ഫാൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് അത് ഡ്രൈ ചെയ്തെടുക്കാൻ നോക്കൂ കേട്ടോ. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ടോണർ നന്നായി ഡ്രൈ ആയതിനു ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് വന്നിട്ട് PACയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് വന്നിട്ട് C2Pയുടെ പ്രൈമറാണ്. അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൈമറാണ്. നല്ലൊരു പ്രൈമറാണ്. ലൈക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു പ്രൈമറാണ്. അപ്പോൾ ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ റിവ്യൂ ഒക്കെ ഒന്ന് വായിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണ്, അഫോർഡബിൾ റേഞ്ച്. അപ്പോൾ ഫേസ് നല്ലപോലെ പ്രിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എലഗളുടെ കൺസീലറാണ്. ഇതുപോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ PACയുടെ ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പിങ്കും മെറൂണും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ കോർണർ ടു ഇന്നർ കോർണർ ഇതുപോലെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് കൺസീലർ എടുത്തിട്ട് ഇന്നർ കോർണറിൽ ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയാണ് ഞാൻ പിഗ്മെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടി നന്നായിട്ട് പിഗ്മെൻറ്റ്സ് വിസിബിളായിട്ട് അറിയും കേട്ടോ. എന്താ അതിന് ശേഷം ഞാൻ ക്ലയൻറ്റിൻ്റെ മിറർ കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ കളർ കറക്ഷൻ തുടങ്ങി. അപ്പോൾ ചേച്ചിയുടെ ഫേസിൽ അത്യാവശ്യം പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, പിമ്പിൾ മാർക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ കളർ കറക്ഷൻ ചെയ്തിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു. അതിന് മുമ്പ് ക്യാമറ ഓഫായിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഓക്കെ ആണോ, ഇതിന് മേലെ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നൊക്കെ ഞാൻ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ചോദിച്ചിട്ട്. കാരണം റിംഗ് ലൈറ്റ് ഇച്ചിരി കൂടി ബ്രൈറ്ററായിട്ടാണ് തോന്നുക. അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ ആൾക്ക് ഓക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ബാക്കി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. അത് വെച്ചിട്ട് ലൈറ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിക്വിഡ് ബ്ലഷാണ്. K ബ്യൂട്ടിയുടെ ലിക്വിഡ് ബ്ലഷാണ് കേട്ടോ. ഈ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പൗഡർ ബ്ലഷും യൂസ് ചെയ്യും. മാക്കിൻ്റെ പൗഡർ ബ്ലഷ് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സെറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത്തിരി ലാസ്റ്റിങ് കൂടുതലായിരിക്കും. ഇനിയാണ് മാജിക്ക് കാണാൻ പോകുന്നത്. നമ്മൾ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ ഹൈലൈറ്ററാണ്. ഹൈ എന്നാണ്, നല്ല പ്രൈസ് ഉണ്ട്. പക്ഷേ അടിപൊളി ഹൈലൈറ്ററാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്തൊക്കെ വന്നിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് പ്ലമ്മിൻ്റെ കാജൽ എടുത്തിട്ട് റാൻഡമായിട്ട് മുകളിലൊരു ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക. അതിനൊന്ന് സ്മജ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ടൊരു പ്രോസസ്സാണ് കേട്ടോ. ജസ്റ്റ് ലൈൻ കൊടുക്കുക, അത് സ്മജ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ തന്നെ ഐലൈനർ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ വിങ്സ് ആണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സോറി പറയുകയാണ്. കാരണം നമുക്ക് വിങ്സ് വരയ്ക്കുന്ന ആ ഒരു വീഡിയോ വരയ്ക്കുകയാണ് റെക്കോർഡായിട്ടുള്ളൂ. ബാക്കി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണതും ഐബ്രോ ഫില്ല് ചെയ്യണതൊന്നും റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട. ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തത്. സോ ഇതിനും നല്ലൊരു വീഡിയോ ആണ്. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അങ്ങനെ ഐശ്വര്യ ചേച്ചിയുടെ ഫൈൻ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 5 കസിൻസ്. സോ ഇവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.